ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. ഇന്നൊരു കല്യാണ വ്ളോഗാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടായ കല്യാണമാണ്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, വീട്ടിൽ കല്യാണം ആകുമ്പോൾ നമുക്ക് കറക്റ്റ് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോസൊന്നുമല്ല. ഫോണിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ പാടെ കണ്ടപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ടൊരു വീഡിയോ ആക്കിയതാണ്. നമുക്ക് കല്യാണം 2 ദിവസം വെച്ചിട്ടായിരുന്നു കേട്ടോ. കല്യാണം നമ്മുടെ കല്യാണം ഒരു ദിവസം, ചെക്കൻ്റെ അടുത്ത കല്യാണം ഒരു ദിവസം, പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണം വേറൊരു ദിവസം. അപ്പം അത് രണ്ടും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അത്രയ്ക്കുള്ള വീഡിയോസേ ഉള്ളൂ, കുറച്ച് വീഡിയോസേ ഉള്ളൂ. നിങ്ങളെപ്പോലെ അടുപ്പിക്കാൻ മാത്രമുള്ള വീഡിയോസൊന്നുമില്ല. പിന്നെ അതേപോലെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തുള്ള വീഡിയോസ് ഉണ്ട്. പെണ്ണിൻ്റെ വീട്ടിലും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെണ്ണും പുറമേ ഉള്ളതെന്നുള്ള എൻ്റെ കസിൻ്റെ മോൾ തന്നെയാണ്. അപ്പോൾ എല്ലാ വീഡിയോസും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് പെണ്ണിൻ്റെ വീട്ടിൽ തലേ ദിവസം നടന്നിട്ടുള്ള പരിപാടിയാണ്. വീട്ടിൽ വെച്ചിട്ടല്ല, ജസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുള്ള ഫംഗ്ഷനായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നമുക്കറിയാമല്ലോ, ചെക്കൻ്റെ വീട്ടിലുള്ളവർക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ ചില സാങ്കേതിക കാരണങ്ങൾ പറ്റൂലല്ലോ. തിരക്കുണ്ടായതുകൊണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കാവുമല്ലോ. അപ്പോൾ പിന്നെ അന്ന് അത് ഞങ്ങൾ പോയിട്ടില്ല. പക്ഷേ അവർ വിട്ടുന്ന വീഡിയോ കേട്ടോ. പെണ്ണ് കസിൻ്റെ മോളാണ്, എൻ്റെ മൂത്തമ്മാൻ്റെ മോളാണ്. അതേപോലെ ചെക്കൻ എൻ്റെ താത്താൻ്റെ മോനുമാണ് കേട്ടോ. അപ്പോൾ രണ്ടും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. 2 കല്യാണം നമ്മൾ കൂടേണ്ട കല്യാണം തന്നെയായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ പാടെ ഏർപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ്. മിക്സഡ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ. ഞാൻ കുറേയൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നതായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മൊത്തം കോപ്പിറൈറ്റ് ആയിരിക്കും മേ ബി, അറിയൂല. എന്നാലും ഞാനിത് ഇവിടെ ഇടുന്നുണ്ട്. കാരണം നമുക്ക് കുറേ കാലം കഴിഞ്ഞാലും യൂട്യൂബിൽ കയറി വയ്ക്കാലും നമ്മുടെ അന്നത്തെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ കാണാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ ഇവിടെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം. കണ്ണാടൻ കിട്ടുന്നുണ്ടല്ലോ, അത് നിന്റെ കൂട്ടനാണല്ലോ. തുടക്കം മാർഗം പിന്നെ ജീവിതം. सरासरी मोरल पे सवारी हम लोग तक माट मारी चमक झमा झमारी आवयू ना मारी अल्लाह गोटे कचरी चिटिकेनु वेरे संदे कुणकु चढ़िना तुम्हारी चिटिकेनु वेरे लिस्ते चिवरी वरकु शिकारी एत्तो पुनगा ओदिगिन पुप्पुलिनी एप्पुडु अप्पगिंचा
తెచ్చా మంచి కళ్యాణి తెచ్చా సింగారి చెయ్యలు తెచ్చా నేను గంబారి సిద్ధం తెచ్చా അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ കല്യാണത്തിൻ്റെ നിക്കാഹാണ് ഫസ്റ്റ് ഡേ വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കല്യാണത്തിൻ്റെ തലേ ദിവസം പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണല്ലോ. അത് വേറെ ഇത് വേറെ, ഞാൻ രണ്ടും കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ മാത്രമുള്ള വീഡിയോസ് ഇല്ല, അതുകൊണ്ട് എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയതാണ്. പിന്നെ മറ്റേതുണ്ടായി അതിൻ്റെ മുൻപ് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അത് അവരുടെ റിലേഷനിലുള്ള എളാപ്പാരും അവരൊക്കെ പാടെ ചേർന്നിട്ട് അവരെ വീട്ടിലൊക്കെ വെച്ചിട്ട് കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുൻപ് കുറേ പരിപാടികളുണ്ടാവുമല്ലോ, അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. വേറെയും കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിലുള്ള വീഡിയോസ് മാത്രം ഞാൻ ഇൻക്ലൂഡ് ആക്കിയതാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് തന്നെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നേരെ കല്യാണ പന്തലിൽ പോയിട്ട് രാവിലത്തെ ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ നിക്കാഹിന് വരുന്നത്. നിക്കാഹ് കഴിഞ്ഞിട്ട് നല്ല സ്വാഭാവികമായിട്ടും ഫുഡൊക്കെ വിളമ്പുക, പക്ഷേ നമ്മുടെ വീട് തന്നെയാണല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് എപ്പോഴും ഫുഡ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞത് പിന്നെ എനിക്ക് ഫോണൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ ഫോട്ടോ സെക്ഷൻ ഇരുന്ന് ഫോൺ വെച്ചിട്ട് കുട്ടികളൊക്കെ പാടെ ഭയങ്കരമായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലുണ്ട്. പിന്നെ ഞാൻ ഫോണും കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവരുടെ കയ്യിൽ കൊടുത്തായിരുന്നു. അപ്പോൾ അത് ആ മണവാട്ടിൻ്റെ എൻട്രിയാണ്. നല്ല ആർട്ടിഫിഷ്യൽ ആയിരുന്നു. Turkey.
കാണുന്നതാണ് എൻ്റെ താത്ത, നമ്മുടെ മണവാട്ടിയുടെ മദറിലോ. പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഞാൻ അവളിൽ കണ്ടില്ല കേട്ടോ. അവൾ നിലുവിൻ്റെ കൈയും പിടിച്ചിട്ട് പോകണം. പകർന്ന് ഉമ്മയും കുട്ടിമോനും അതിലൊക്കെ വന്നിരുന്ന കല്യാണത്തിന്. അപ്പോൾ പിന്നെ നിലു അവരെ കൂടെ പോയി. അതുകൊണ്ട് ഞാൻ ചേച്ചിലായിട്ട് ഈ സാരിയോ കൊടുത്തുകൊണ്ട് കുട്ടികളെ നോക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കൊക്കെയാണ്. അവൾ പിന്നെ പോയതുകൊണ്ട് അവൾക്ക് കുറേയൊക്കെ ഫ്രീ ആവും. ഉറങ്ങാനാണെങ്കിലും ഓടി കളിക്കാനാണെങ്കിലും ഒക്കെ അവളുടെ ഇഷ്ടത്തിന് നടക്കുമല്ലോ. പിന്നെ ഞങ്ങൾ പുറത്ത് ഫോട്ടോ സെക്ഷനായിരുന്നു. പിന്നെ കുറേ പേരല്ല 3/4 പേരും പോയി എന്ന് പറയട്ടോ. നമ്മൾ നിക്കാഹിന് വന്നിട്ടുണ്ടായിരുന്ന ലേഡീസ് മൊത്തം വീട്ടിൽ തന്നെ പോയി. ഞാനും പിന്നെ കുറച്ച് പേര് മാത്രം, കുറച്ച് എന്താ പറയുക, താത്താൻ്റെ ഇളച്ചൻ്റെ 2 മക്കളും മാത്രം അവിടെ നിന്ന്. ബാക്കിയുള്ള എല്ലാവരും വീട്ടിൽ പോയി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം പെണ്ണിനെയും കൊണ്ട് പിന്നെ വീട്ടിലേക്ക് പോകും. പിന്നെ ഞാൻ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ട് നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി, അവരെ കല്യാണം കഴിഞ്ഞ രാത്രി കുറച്ച് പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്പം പിടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യണേ. അതുവരെ ഒരു പ്ലാനിങ്ങിലേ ഇല്ലാത്ത കാര്യമാണിത്. പക്ഷേ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ നല്ല ടാസ്ക് ആയിരുന്നു. കാരണം താഴെ ചെറുതായിട്ട് നമ്മൾ വീട്ടുകാർ മാത്രം ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ സംഭവം. താത്താൻ്റെ റിലേഷനിലുള്ളൊരു കുട്ടിയാണ് കേട്ടോ. നന്നായിട്ട് പാടുന്നുണ്ട്. പിന്നെ അവരെല്ലാവരും പോയി, ആൾക്കാരൊക്കെ പോയ ശേഷമാണ് കേട്ടോ മിന്നുവിൻ്റെ വക ഒരു ഗാനം മേലുണ്ടായിരുന്നത്. ओ सजनी रे कैसे कटे दिन रात, कैसे मिले तेरे साथ, तेरी याद तीर में നീരുമല കടലാഴമേ ദൂരനെ ഹൃദയ ദ്വീപിലൊളിച്ച ശോഭരൂപണിൻ സൂര്യനെ ദീക്ഷണമാ പുൽക കിരണ കരങ്ങളാ. ഇവർ ലേറ്റ് ആവാൻ കാരണം നമ്മുടെ ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു. അതാണ് ഞാൻ കല്യാണത്തിൻ്റെ അന്ന് മസ്റ്റായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞത്. അത് മാത്രമേ ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ. വേറെ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മോളായിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു. ആ ഒരൊറ്റ രാത്രി കൊണ്ട് അവർ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ചിക്കൻ ചുണ്ടിൽ
സത്യം പറഞ്ഞാൽ ഞാൻ പെണ്ണിൻ്റെ ചെക്കൻ്റെ ഫോട്ടോ വരെ മര്യാദയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഫോട്ടോസ് മൊത്തം അയച്ചു തന്നതാണ് കേട്ടോ. അവനോട് ചോദിച്ചിട്ട് കുറച്ച് വീഡിയോസ് അവൻ അയച്ചു തന്ന അവൻ്റെ ഫോണിലുണ്ടായിരുന്ന ക്ലിപ്പിങ്സ്, ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഉണ്ടാവില്ല, അതെടുത്ത് അയച്ചു തന്നതാണ്. ഇതാണ് ഞങ്ങളുടെ കല്യാണത്തിന് അന്നൊക്കത്തെ ഡ്രസ്സ് ഉണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ മൊത്തം ചിഹ്നം. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4-5 മാസമൊക്കെ ആയി. 4-5 ആയിട്ടില്ല, ഒരു 3 മാസമായിട്ടുണ്ടാവും. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മൂഡ് വന്നത് ഇപ്പോഴാണ്. ഇനിയും ഇതിൽ കിടന്നാൽ ഞാൻ ലാസ്റ്റ് വീഡിയോ ഡിലീറ്റ് ആക്കി പോരാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്തത് ശേഷം ഇവിടെ ഇട്ടാൽ ഇവിടെ കിടന്നോളാം, ആവശ്യമുള്ള ഒരു ഇതിൽ കണ്ടോളല്ലോ എന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്താണ് കേട്ടോ. നമ്മൾ ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയും അതുപോലെ വീഡിയോഗ്രാഫിയും വേണമെന്നാണ് കല്യാണത്തിന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് ഫോട്ടോസ് നല്ല നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഫോട്ടോഗ്രാഫർ വേണം. വീഡിയോയും കൂടി അതിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, വീഡിയോസ് ഫോട്ടോ കാണുന്ന പോലെയല്ലോ വീഡിയോസ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ അത് രണ്ടും വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ ഒരാൾ അത് എടുക്കാനായിട്ട് നടക്കണം. എന്നാൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് വെച്ചാൽ പിന്നീടൊരിക്കൽ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. നമ്മുടെ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ചിലപ്പോൾ അന്ന് നല്ലത് അടിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മെലിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്ന് നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ എടുത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഫൈനലി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കല്യാണം വരാനുണ്ടെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നിരുന്ന കല്യാണമാണ്. 2 വർഷം മുൻപേ ഉറപ്പിച്ചിട്ട കല്യാണമാണ് കേട്ടോ. പക്ഷേ വന്നതും കഴിഞ്ഞതൊക്കെ വളരെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പം ആളുകൾക്ക് പോയി, അവൾ കോളേജിൽ പോക്കും തുടങ്ങി, എല്ലാവരും അവരവരുടേതായിട്ടുള്ള വഴിയിലായിട്ടാണ്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ കുറച്ച് മാത്രം ലേറ്റായി. പിന്നെ ഇപ്പം കുറച്ച് ഫോട്ടോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കുറേ ഫോട്ടോസൊന്നുമില്ല, കുറച്ച് ഫോട്ടോസ് മാത്രം, ഞാൻ അത്യാവശ്യപ്പെട്ട വളരെ കുറച്ച് ഫോട്ടോസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണുന്ന സമയത്ത് ആ ഫോട്ടോസും കൂടി ഉണ്ടാവുമല്ലോ. ഫോണിലായിരുന്നാൽ എങ്ങനെയാലും പോകും. എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് വേറൊരാളുടെ കയ്യിലുണ്ടാവില്ല, വേറൊരാളുടെ കയ്യിലുള്ള ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.